മുൻപത്തെ ഭൂസമരം നാളെ അവസാനിപ്പിക്കാനിരിക്കെ സമരസമിതിയിൽ ഭിന്നത എന്ന വാർത്തയാണ് വരുന്നത്. ഭൂസമര സമിതിക്ക് രാഷ്ട്രീയമുണ്ടെന്നും നടക്കുന്നത് ഇലക്ഷൻ ഗിമ്മിക്കെന്നും ഒരു വിഭാഗം ആരോപിക്കുന്നു. ഭൂസമര സമിതി നാളെ സമരം അവസാനിപ്പിക്കുമ്പോൾ മുനമ്പത്ത് മറ്റൊരു സമരം ആരംഭിക്കാനാണ് നീക്കം. വിവരങ്ങളുമായി വിപിൻ സി വിജയനാണ് ചേരുന്നത് മുനമ്പത്ത് നിന്ന്. വിപിൻ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായെന്ന് കരുതുമ്പോഴാണ് സമരസമിതിയിൽ തന്നെ ഒരു ഭിന്നത എന്നുള്ള ആരോപണം വരുന്നത്. എന്താണ് ഇതിന് അടിസ്ഥാനം? ഇനി മറ്റൊരു സമരം ആരംഭിക്കുന്നു എന്ന് കേൾക്കുന്നുവല്ലോ, അതെന്താണ്? ഗുഡ് മോർണിംഗ് പ്രഭിത ക്രിസ്റ്റീന. നാളെ 2:30 കൂടി ഏകദേശം 414 ദിവസമായി നടക്കുന്ന മുനമ്പം സമരം അവസാനിപ്പിക്കുകയാണ് എന്നുള്ളതായിരുന്നു ഭൂസമര സമിതി പ്രഖ്യാപിച്ചത്. ഇന്നലെ ചേർന്ന കോർ കമ്മിറ്റിക്ക് ശേഷമായിരുന്നു അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. കാരണം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ താൽക്കാലികമായിട്ട് കരമടയ്ക്കാനുള്ള ഒരു തീരുമാനമുണ്ടാകുന്നു, അതിന് അനുവാദം ലഭിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക്, ഈ പോക്കുവരവ് ഭൂമിക്ക് നടത്തുന്നതിന് വേണ്ടി ഹെൽപ്പ് ഡെസ്ക് തുടങ്ങാമെന്നുള്ള പി രാജീവ് മന്ത്രിയുടെ ഒരു ഉറപ്പ് കൂടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നാളെ മുതൽ ഈ സമരം അവസാനിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു ഇന്നലെ കോർ കമ്മിറ്റി തീരുമാനിച്ചത്. നാളെ അതൊരു സമ്മേളനമായി തന്നെ പറയാം എന്നുള്ളതുമായിരുന്നു അവർ തീരുമാനിച്ചത്. ഇപ്പോൾ അതിലാണ് സമരസമിതിയിൽ ഒരു ഭിന്നത വന്നിരിക്കുന്നത്. കാരണം ഈ ഭൂസമര സംരക്ഷണ സമിതിക്ക് രാഷ്ട്രീയമുണ്ട് എന്നും ഒപ്പം അതൊരു ഇലക്ഷൻ ഗിമ്മിക്ക് മാത്രമാണ്, ഈ 5 പേർ ചേർന്നല്ല ഒരു കൂട്ടായ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളതുമാണ് മറുവിഭാഗം പറയുന്നത്. അതിന്റെ ഭാഗമായി തന്നെ നാളെ ഇതേ സമയത്ത്, അതായത് 2:30 ഈ സമരം അവസാനിപ്പിക്കുന്ന അതേ സമയത്ത് തന്നെ ഇപ്പോൾ നടക്കുന്ന ഈ പള്ളിക്ക് കോമ്പൗണ്ടിന് പുറത്തുള്ള ഒരു സ്ഥലത്ത് മറ്റൊരു സമരപ്പന്തൽ കെട്ടും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത് ഈ പോക്കുവരവ് നടത്തുക എന്നുള്ളത് മാത്രമല്ല, വഖഫ് രജിസ്ട്രേഷൻ പട്ടികയിൽ നിന്ന് ഈ ഭൂമി, മുനമ്പത്തെ ഭൂമി ഒഴിവാക്കുന്നത് വരെ സമരം തുടരണം. അതാണ് ആവശ്യം. കാരണം ഇവിടെ താൽക്കാലികമായിട്ടുള്ള ആശ്വാസമല്ല വേണ്ടത്, ഈ ഒരു വഖഫ് ഭൂമിയാണ്. അവിടെ താൽക്കാലികമായി പോക്കുവരവ് നടത്തുക അല്ലെങ്കിൽ അതിനെ കരമടയ്ക്കുക എന്നുള്ളതല്ല, കൃത്യമായി ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഇപ്പോഴും ആയിട്ടില്ല. ഇപ്പോൾ ഈ നടത്തുന്നതൊക്കെ തന്നെ അതൊരു രാഷ്ട്രീയം മാത്രമാണ് എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു വിഭാഗം നാളെ ഇതേ സമയത്ത് മറ്റൊരിടത്ത് സമരപ്പന്തൽ കെട്ടി സമരം വീണ്ടും തുടങ്ങാനായിട്ട് ആലോചിക്കുന്നത്. ഏകദേശം 414 ദിവസമായി നമുക്കറിയാവുന്ന പോലെ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഈ കാണുന്ന സമരപ്പന്തലാണ്. ഈ സമരപ്പന്തലിലായിരുന്നു വലിയ രീതിയിലുള്ള സമരങ്ങളൊക്കെ നടന്നത്. ഒരുപക്ഷെ സമകാലിക രാഷ്ട്രീയം കേരളവും കണ്ടിട്ടുള്ള വലിയ സമരങ്ങളിലൊന്നായി മുനമ്പം സമരം മാറുന്നു. അതിലാണ് ഇപ്പോൾ താൽക്കാലിക ആശ്വാസമായി കര അടയ്ക്കാനുള്ള ഒരു തീരുമാനമൊക്കെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതിന് അനുകൂലമായി സർക്കാർ നിൽക്കുകയൊക്കെ ചെയ്തിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അപ്പോൾ അതിൽ നിന്നും ഒരു മറുവിഭാഗം ഇപ്പോൾ മറ്റൊരു സമരം ആരംഭിക്കണം, ഇതൊരു ശാശ്വത പരിഹാരമല്ല എന്നുള്ളതിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നാളെ സ്വാഭാവികമായിട്ടും അതൊരു വലിയ ചർച്ചയിലേക്ക് പോകുമെന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ക്രിസ്റ്റീന, പ്രവിത. അപ്പോൾ ഒരു സമരം തീരുമ്പോൾ മറ്റൊരു സമരം ആരംഭിക്കാൻ നീക്കമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു അഭിപ്രായം കേൾക്കാം. സമരം അവസാനിപ്പിക്കുന്നത് ഭൂസംരക്ഷണ സമിതിയാണ് സമരം അവസാനിപ്പിക്കുന്നത്. അതൊരു 5 പേര് ചേർന്നെടുത്തൊരു തീരുമാനം. ഇത് 610 കുടുംബങ്ങളുടെ ഒരു ആവശ്യമാണ്. ഞങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് കരമടയ്ക്കാം എന്നുള്ളൊരു ഒറ്റ അവകാശമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഇതേപോലെ ഒരു പറ്റിക്കപ്പെട്ട ഒരു ജനത. ഞങ്ങൾ വീണ്ടും സമരം ആരംഭിക്കുന്നു. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഞങ്ങളുടെ എല്ലാ റവന്യൂ അവകാശവും പരിപൂർണമായിട്ട് കിട്ടുന്നത് വരെ. ഇപ്പം ഞങ്ങളെല്ലാവരും ഭൂസംരക്ഷണ സമിതിയിൽ നിന്ന് പിരിയാൻ കാരണം എന്താണ്? ഞങ്ങളെല്ലാവരോടും പറഞ്ഞിരുന്നു ഇവർ കോൺഗ്രസ് അനുകൂല സംഘടനയാണെന്ന് പറഞ്ഞിരുന്നു. അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കൺവീനർ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.